നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ, ആയുർവേദ കൺസൾട്ടന്റ് ബുക്ക് മിഠായി ശക്തി ഇൻ മുംബൈ. 20 രൂപ മുതൽ 30 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു കല്ലുണ്ടല്ലോ, അത് വെറും കല്ലാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ എന്തെങ്കിലും ഡാർക്ക് ഡിസ്കളറേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ വരികയാണ്, പിമ്പിൾസിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിമ്പിൾസ് വന്നതിന് ശേഷം ധാരാളം മാർക്സ് നിങ്ങളുടെ ഫേസിലുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഓപ്പൺ പോർസിന്റെ പ്രശ്നങ്ങൾ, റിങ്കിൾസ്, ചുളിവ് നന്നായിട്ട് വരികയാണ്. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ദുർഗന്ധം പോലെയുള്ള കാര്യങ്ങൾ, വിയർപ്പ് കൂടിയിട്ട് ദുർഗന്ധം ഉള്ളവരും ഉണ്ടല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്തും കക്ഷത്തിന്റെ ഭാഗത്തും ഒക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ പോലെ ഒരു കറുത്തിരുണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും വായിൽ ഇപ്പൊ നന്നായിട്ട് തുണ്ണുകൾ നന്നായിട്ട് വീർത്ത് വരികയാണ്, ബ്ലീഡിംഗ് ഗം പോലെയുള്ള പ്രശ്നങ്ങൾ, രക്തം നന്നായിട്ട് വരികയാണ് എന്നിങ്ങനെ പറയുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വളരെ സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കല്ലാണ് ഇത്. ഇത് മറ്റൊന്നല്ല, ആലം എന്ന് പറയും. നമ്മളിങ്ങനെ മലയാളത്തില് പടിക്കാരം, ചിലർ സ്ഫടികക്കാരം, ചീനക്കാരം എന്നിങ്ങനെ പല രീതിയിൽ നമ്മളിതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ആയുർവേദ ഷോപ്പിലൊക്കെ വളരെ ഈസി ആയിട്ട് തുച്ഛമായിട്ടുള്ള വിലയിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഒരു കല്ല് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും ട്ടോ ഈ കാര്യം. അപ്പോ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു കോസ്മെറ്റിക് ഏരിയയിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീം ഒക്കെ നമ്മൾ പലരും യൂസ് ചെയ്യാറുണ്ട്. അത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അവർ യൂസ് ചെയ്യുന്നതിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ആലം എന്ന് പറയുക. പക്ഷെ അവർ കെമിക്കൽ നെയിമിൽ യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം, അലുമിനിയം സൾഫേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും അധികം ബെനിഫിറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യം വളരെ തുച്ഛമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് റെമഡീസ്, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ആയുർവേദത്തിൽ നമ്മൾ അലത്തിനെ വിളിക്കുന്ന പേരാണ് സ്ഫടിക, അതുപോലെ തന്നെ ശുഭ്ര, ശ്വേത എന്നിങ്ങനെ പല പേരിലും വിളിക്കാറുണ്ട്. ചിലതരം ഇന്റേണൽ കണ്ടീഷൻസിൽ നമ്മൾ ഇതിന്റെ സ്ഫടിക ഭസ്മം എന്നുള്ളൊരു ഫോമിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടുതലും സ്കിൻ കണ്ടീഷൻസിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആലത്തിന്റെ പൗഡർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ പൗഡറാണ് നമ്മൾ മെയിൻ ആയിട്ടും എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൗഡർ നേരിട്ടല്ല ഉപയോഗിക്കുന്നത്, ചെറിയൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ഇതിനെ ചെയ്യുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒന്നോ രണ്ടോ പീസ് നമ്മൾ ആലം എടുക്കുക. ആലം എടുത്തതിന് ശേഷം ഒരു അമ്മിയിലോ അല്ലെങ്കിൽ ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കുക. എന്നിട്ട് ഒരു തവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു തവയിൽ ഈ മറ്റേ ആലത്തിന്റെ പീസസ് വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്ത് വന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോമിൽ കുറച്ചൊന്ന് തിക്ക് ആയിട്ടുള്ള ഒരു ഫോമിൽ. അതൊന്നും കൂടി ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു പൗഡർ നിങ്ങൾ വീണ്ടും ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ഒരു നന്നായിട്ട് പൊടിയാക്കിയതിന് ശേഷം അരിച്ച് നിങ്ങളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുക. ഇനി ഈ ഒരു പൗഡറാണ് നമ്മൾ ഇനി ഇവിടെ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യത്തിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് ഡിസ്കളറേഷൻ, അതുപോലെ തന്നെ സ്പോട്സ് നന്നായിട്ടുണ്ട്, ടാനിങ് നന്നായിട്ടുണ്ട്, വെയിലത്തൊക്കെ പോയിട്ട് മുഖത്ത് നന്നായിട്ട് ടാനിങ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനായിട്ട് നിങ്ങൾ 2 ടീസ്പൂൺ നമ്മുടെ കടലമാവ് എടുക്കുക. 2 ടീസ്പൂൺ കടലമാവിലേക്ക് 1/2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയും, അതുപോലെ തന്നെ 2 നുള്ള് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആലത്തിന്റെ പൗഡർ ഉണ്ടല്ലോ അതിൽ നിന്ന് 2 നുള്ള് ഇടുക. പിന്നെ അതുപോലെ തന്നെ 2 3 നുള്ള് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത് അധികം ഉപയോഗിക്കാതിരിക്കുക. കസ്തൂരി മഞ്ഞൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 നുള്ള് അതും കൂടി ഇടുക. എന്നിട്ട് കുറച്ച് നമ്മൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു പേസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കാം. 10 മിനിറ്റ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നന്നായിട്ട് വലിഞ്ഞു വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് ഒന്നും വെക്കേണ്ട. വലിഞ്ഞു വന്നു എന്ന് കാണുമ്പോൾ നന്നായിട്ട് പോയിട്ട് വാഷ് ചെയ്യുക, പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഇപ്പൊ ഒരു ഓയിലി ഫേസ് ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആഴ്ച ആവുന്ന സമയത്ത് ഓരോ ദിവസം ഇടവിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു 3 4 വട്ടമായിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. കുറച്ച് നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളവരാണ്, സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഈ റെമഡി ഞാൻ മുൾട്ടാനി മിട്ടിയും അതുപോലെ തന്നെ ആലും അത്രയും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഈ 2 കാര്യങ്ങൾ ഫേസിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ പാല് പോലെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി നിങ്ങളുടെ കൈമുട്ടിന്റെ ഭാഗത്തും കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കക്ഷത്തിന്റെ അടിയിലും കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഡിസ്കളറേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ആലം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മുക്കുക. എന്നിട്ട് കൈമുട്ടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കാനായിട്ട് നോക്കുക.
എന്നും നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ കക്ഷത്തിന്റെ ഭാഗത്ത് നന്നായിട്ട് വിയർപ്പൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുളിക്ക കഴിഞ്ഞിട്ട് മേലൊക്കെ നന്നായിട്ട് നനച്ചു കഴിഞ്ഞിട്ട് കക്ഷത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓട്ട് സ്മെൽ ഉണ്ടല്ലോ, അതായത് സ്മെല്ല് പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ ടാനിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഡിസ്കളറേഷൻസും നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് ഉണ്ട്, റാഷസ് നന്നായിട്ട് വരുന്നവരാണ്, ഓയിലി സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കുള്ള ഒരു പാക്ക് കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ചുവന്ന പരിപ്പ് നിങ്ങൾ കുറച്ചെടുക്കുക. ചുവന്ന പരിപ്പ് എടുത്തതായിട്ട് പൊടിയാക്കി നിങ്ങൾ വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടീസ്പൂൺ ചുവന്ന പരിപ്പും 1/4 ടീസ്പൂൺ ആര്യവേപ്പിലയുടെ ഇലയും അതുപോലെ തന്നെ 2 നുള്ള് നിങ്ങൾ ഏലത്തിന്റെ പൊടിയും ഇതിൽ നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് എഗെയിൻ ഞാൻ പറയുന്നത് വലിഞ്ഞു വരികയാണെങ്കിൽ കഴുകി കളയാനും കൂടി നോക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 വട്ടം മാത്രമേ യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചുവന്ന പരിപ്പും അതുപോലെ തന്നെ ആലത്തിന്റെ പ്രോപ്പർട്ടി കുറച്ചൊരു ഡ്രൈയിങ് നേച്ചർ ആണ്. അതുപോലെ തന്നെ നീമിന് ഒരു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഓയിലി സ്കിന്നും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാൻ അത്രയും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എഗെയിൻ ഇത് കുറച്ച് ഡ്രൈയിങ് ആയതുകൊണ്ട് അവർക്ക് അത്രയും സൂട്ട് ആവില്ല. പിന്നെ നിങ്ങളുടെ എത്ര ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞാലും ഇവിടെ പറയുന്ന ഓരോ പാക്ക് നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ സൂട്ട് ആവാതെയും വരും, എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനും കൂടി നോക്കും. അടുത്തത് ചുളിവുകൾ മാറ്റാനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് തേൻ നിങ്ങൾ എടുക്കുക. കുറച്ച് തേനിലേക്ക് ഒരു 3-4 നുള്ളി നിങ്ങൾ ആലത്തിന്റെ പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ വിടുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3-4 വട്ടമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തേനിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം കേട്ടോ. മുൾട്ടാണി മിട്ടി ആലത്തിന്റെ പൊടിയും കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓപ്പൺ പോഴ്സ് ഉള്ള ആളുകൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലത്തിന്റെ പൊടി മാത്രം ഒരു 3-4 നുള്ളെടുത്തിട്ട് കുറച്ച് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പോഴ്സ് ഉള്ള ഈ ഒരു ഭാഗത്ത് മുഴുവനും അപ്ലൈ ചെയ്തിട്ട് വിടുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വിടുക. എന്നിട്ട് ഇത് വാഷ് ചെയ്യാം. എഗെയിൻ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാനി മിട്ടി ആലത്തിന്റെ മിക്സർ മാത്രമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊരു ആഴ്ചയിൽ ഒരു 2-3 വട്ടമായിട്ട് ഇതും യൂസ് ചെയ്യാം. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും മുറിവ് പോലെയുള്ള കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാം. കാരണം ഇതൊരു ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി മെസ്ട്രിൻജൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ മുറിവിനൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഉണക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ആലത്തിന്റെ പൊടി എടുക്കുക. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് കഴുകി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ് നന്നായിട്ട് നിൽക്കും. അതുപോലെ തന്നെ മുറിവും കുറച്ച് പെട്ടെന്ന് ഒന്ന് ഉണങ്ങാനും വളരെയധികം സഹായിക്കും. പിന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമായിരുന്നു ഷേവ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ പടിക്കാരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുക്കും. കാരണം ഷേവ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കട്ടൊക്കെ വരുമല്ലോ, അപ്പൊ അത് പെട്ടെന്ന് ഉണങ്ങാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിന് നമുക്ക് അൽത്തിനെ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും നന്നായിട്ട് വിയർപ്പ് വന്നുകൊണ്ടിരിക്കുന്നവരാണ്, ദുർഗന്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞു കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ആരും നമ്മുടെ കക്ഷത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കക്ഷത്തിന്റെ ഇവിടെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ആലം കുറച്ചൊന്ന് ഡ്രൈയിങ് നേച്ചർ ആണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ കൂടി നോക്കുക. ഡെയിലി അല്ലെങ്കിലും ഓരോ ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വിയർപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കുളിക്കുന്ന വെള്ളത്തിലേക്ക് 1 ഗ്രാമോളം നിങ്ങൾ കുറച്ച് ആലത്തിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിക്കുക. അതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിയോഡ്രന്റ് പോലെ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. എഗെയിൻ ഞാൻ പറയുന്നു നിത്യമായിട്ട് ചെയ്യേണ്ട, നിത്യമായിട്ട് ചെയ്യുന്നതിലൂടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു 2-3 വട്ടമായാലും നിങ്ങൾക്ക് ചെയ്താലും മതി. ഇനി അടുത്തത് തൊണ്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ്, തൊണ്ട് എപ്പോഴും വീർത്ത് വരുന്നുണ്ട്, വായിൽ നിന്ന് ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ, മൗത്ത് അൾസർ പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് വാം വാട്ടർ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നിങ്ങൾ 1 നുള്ള് അല്ലെങ്കിൽ 2 നുള്ള് ഏലത്തിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്യുക. ഈ ഒരു വായ കൊണ്ട് വായ്ക്കുള്ളുക, അതായത് മൗത്ത് വാഷ് പോലെ യൂസ് ചെയ്യാം. നിങ്ങൾ കുറച്ചു നേരം ഈ വെള്ളം എടുത്തതിന് ശേഷം ഇറക്കരുത്. കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കുടിക്കാനല്ല ഞാനിവിടെ പറയുന്നത്, മൗത്ത് വാഷ് പോലെ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു വെള്ളം വായിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 15 സെക്കൻഡോളം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതൊരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 5 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ മോണകളിൽ ഉണ്ടാകുന്ന ഒരു നീരൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും വായിലുണ്ടാകുന്ന ഈ എന്തെങ്കിലും ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തടയാനും ഇത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആലും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.